ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആശങ്കകൾക്കും വിരാമം കുറിച്ച് മുക്കം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 3 വർഷം മുൻപ് നിലച്ച നിർമ്മാണ പ്രവൃത്തിയാണ് പുനരാരംഭിച്ചത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 1.25 കോടി രൂപയ്ക്കാണ് നിർമ്മാണം നടത്തുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ കേരളത്തിലെ മാതൃകാ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാകും മുക്കത്തേത്. 5 കോടിയോളം രൂപ ചെലവിൽ 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് മുക്കം പോലീസ് സ്റ്റേഷനായി നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ ആദ്യ നിലയിൽ 3 ലോക്കപ്പുകളും സ്റ്റേഷൻ ഓഫീസർക്കുള്ള മുറിയുമാണുള്ളത്. 1-2 നിലകൾക്ക് മേൽക്കൂര സ്ഥാപിച്ച് മേൽക്കൂരയിൽ മൺടൈലുകൾ പാകാനും മുകളിലെ നിലയിൽ ഡിവൈഎസ്പി, ഇൻസ്പെക്ടർ, SI എന്നിവർക്കുള്ള ഓഫീസ് മുറി, വനിതാ പോലീസുകാർക്കുള്ള മുറി, കമ്പ്യൂട്ടർ റൂം, ഓഡിറ്റോറിയം എന്നിവയും ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം. കെട്ടിട നിർമ്മാണത്തിന് ആഭ്യന്തര വകുപ്പ് 1.98 കോടിയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.25 കോടി രൂപയുമാണ് അനുവദിച്ചിരുന്നത്. നിർമ്മാണം പകുതിയായപ്പോഴേക്കും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കഴിഞ്ഞു. കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഭ്യന്തര വകുപ്പ് അനുവദിച്ച തുക പിൻവലിച്ചതോടെയാണ് പ്രവൃത്തി നിലച്ചത്. വയറിംഗ്, പ്ലംബിംഗ്, പെയിൻറ്റിംഗ്, ടൈൽ വിരിക്കൽ, മിനുക്കുപണികൾ തുടങ്ങിയ പ്രവൃത്തിയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. 2017 സംസ്ഥാന ബജറ്റിൽ പുതിയ കെട്ടിടത്തിന് 2.25 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേടി പ്രവൃത്തി ആരംഭിക്കാനിരിക്കെ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു. പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളിൽ 3 ലോക്കപ്പുകൾ വേണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡറുകൾക്കും വെവ്വേറെ ലോക്കപ്പുകൾ വേണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം. ഈ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് പ്ലാൻ മാറ്റിവരയ്ക്കുകയായിരുന്നു. നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് തൊട്ടു പിന്നിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുക്കം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ 2.25 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചാണ് കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് നമുക്ക് വളരെ വേഗത്തിൽ 1 വർഷം മുമ്പ് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ 1,75,00,000 രൂപ ആവശ്യമായിരുന്നു. അത് ആഭ്യന്തര വകുപ്പിൻ്റെ വിവിധ പരിശോധനകൾക്ക് ശേഷമാണ് ആ പണം നമുക്ക് ലഭ്യമായത്. ആ പണം ലഭ്യമായി അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 2 മാസം കൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് മുക്കം പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും മനോഹരവും കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയതുമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് മുക്കത്ത് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറായിട്ടുള്ള ആ ഡിസൈനും അതുപോലെ തന്നെ ഇതിനുള്ളിലെ സൗകര്യങ്ങളുമെല്ലാം അത്രമാത്രം നല്ല നിലയിൽ, ഏറ്റവും മികച്ച നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 1985 വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്. തറകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചുമരുകൾ വിണ്ടുകീറി പൊട്ടിയ കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ വിശ്രമമുറികളുമില്ല. മിക്ക റൂമുകളുടെയും കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീഴുന്ന അവസ്ഥയാണ്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. 1 വർഷത്തിനകം മിനുക്കുപണികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് സ്റ്റേഷൻ പ്രവർത്തനം മാറ്റാനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. CTV പ്രാദേശിക വാർത്ത, മുക്കം.